അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് എന്താണ് ചക്കപ്പാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഴുത്ത ചക്കൻ്റെ ഇതൊക്കെ ഈ സാധനമൊക്കെ ചുളയൊക്കെ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം മിക്സിയിൽ. പിന്നെ ഒരു മുറി ഒരു ചെറിയൊരു മുറി തേങ്ങ, ഒരു അരഭാഗം തേങ്ങ. പിന്നെ നമുക്ക് ഇതിക്ക് ഒരു 3 ഏലക്ക എടുത്തണേ. പിന്നെ ഈ വയനയിലാണ് ഇതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ചുവയൊക്കെ നല്ല ഒരു ചുവയായിക്കോട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ വായൻ്റെ ഇലയിൽ ഉണ്ടാക്കിയാലും മതി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിലുണ്ടാക്കിയാൽ. പിന്നെ നമുക്ക് വേണ്ടിയ ലേശം ശർക്കര, കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ, രണ്ടും വേണമെങ്കിൽ കുറേശ്ശെ ഇടാം കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അതും അരിപ്പൊടി ഇടുക, അല്ലെങ്കിൽ ഉള്ള പൊടി ഏതാച്ചാൽ അതിടുക. അപ്പോൾ നമുക്ക് ശർക്കരയൊക്കെ പൊടിച്ച് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചക്ക നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ശർക്കര ഏലക്കായ ഇതിക്ക് ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ മധുരമൊക്കെ പാകത്തിന് ഇടുക. ഇതിൽ നല്ലപോലെ ചേർക്കണം. നമ്മൾ ശർക്കര ഉരുക്കിയൊക്കെ ആക്കുമ്പോൾ അത് വെള്ളം കൂടി പോകും, അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. അപ്പോൾ അതാ തേങ്ങ ഇടുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊടി ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് എത്രയാണോ ഇതിക്ക് വേണ്ടിയതെന്ന് നമ്മളിങ്ങനെ ആക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഗോതമ്പപ്പൊടിയും അരിപ്പൊടി എടുത്തിണ് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യ് തീ ചേർക്കണ്ടേ. ഒരു 1/2 സ്പൂണ് ചേർത്തിണ്ടാവും. നല്ല മിക്സ് ചെയ്തിട്ട് എടുത്താൽ കുറച്ച് ഇതുണ്ട്, നല്ല വീതിയുള്ളതല്ലേ. കണ്ടോ, ഇതൊക്കെ കഴുകി വെച്ചതാട്ടോ. ഇങ്ങനെ കൂട്ടിയിട്ട്
അതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് നിറച്ചാൽ മതി. ഇതങ്ങനെ ആക്കിയിട്ട് ഈ തല പിടിച്ചിങ്ങനെ താത്തി കൊടുക്കുക. ഇത്ര പണിയേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. നല്ല ടേസ്റ്റാട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൊണ്ട്. ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ ഇതെല്ലാവരും തന്നെ ഉണ്ടാക്കണതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർ ഇത് അതുപോലെ ഇങ്ങനെ മടക്കി ഈ ഞെട്ടിൻ്റെ ഭാഗം ഇങ്ങനെ മടക്കി വെച്ചാൽ മതി. ഇതൊക്കെ ഒന്ന് അങ്ങനെ മടക്കട്ടെ കേട്ടോ. ഇനി കാണണം നിങ്ങൾക്ക് ഒന്നും കൂടെ. ഇതാ ഈ ഞെട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് നീട്ടി മടക്കിയാൽ മതി. കണ്ടോ? അപ്പോഴിങ്ങനെ ഇങ്ങനെ കുത്താൻ കഴിയുള്ളൂ. ഉണ്ടോ? ഇതുപോലെ. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഇതാ നമ്മളെ ചക്കപ്പ റെഡി. ഇതാ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ? ഇതാണ്. അപ്പം ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തന്നില്ല എന്ന് വിചാരിച്ചണ്ട. അതാ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ നെയ്യൊക്കെ ഇട്ട് ഉണ്ടാക്കിയത് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. ഞാൻ ഇതിൻ്റെ മുമ്പ് ഒന്ന് തിന്ന് നോക്കിയതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ടേസ്റ്റ് ഉണ്ട് എന്ന്. നല്ലതാണ്, നല്ല രസമുണ്ട്. അപ്പോൾ ചായക്ക് കടിക്ക് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ നമുക്ക് ചക്ക ഉള്ള കാലത്ത് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം.